രാജേഷ് മദ്യപിച്ച് വന്നതിന് ശേഷമാണ് വരുമ്പോഴാണ് ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വഷളാവുന്നത്, അപ്പോഴാണ് ഉപദ്രവിക്കുന്നതെന്നാണ് അവരുടെ മറുപടി പറഞ്ഞിരിക്കുന്നത്. ഞാൻ മദ്യപിക്കുന്ന ആൾ തന്നെ കഴിച്ചായിരുന്നു. ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ മദ്യം കഴിക്കാറില്ല. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 6 മാസമായിട്ടുള്ളൂ. ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവണ കാരണം ഞാൻ എന്ത് ചെയ്ത് എനിക്കിതൊരു നിലനിൽപ്പിലാണ്. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആൾക്കാർ ചിത്രലാണെങ്കിൽ നീ അവള് മാത്രമേ സ്വർണ്ണച്ചിട്ട് ബാക്കിൽ നടന്ന അത്രത്തോളം എനിക്ക് കിട്ടാണ്ടാവുള്ളൂ പറഞ്ഞു. സംഭവം ശരിയാണ്. എവിടെ വിളിച്ചാൽ നമ്മൾ പണം നടത്താൻ ആൾ നിൽക്കില്ല. ഇപ്പൊ എന്താ രാജേഷിന്റെ ആവശ്യം? പരാതിയിൽ എന്താ? ഞാൻ പരാതിയിൽ കൊടുത്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പോക്കും വരവും ഇങ്ങനെ ആൾക്കാർ മുമ്പിൽ വഷളായിരുന്നു. മക്കൾ എത്രയിലാ പഠിക്കുന്നത്? ഇപ്പൊ മൂത്താള 6 എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി 3. അത് ഇവള് വെറും കള്ളത്തര ചെയ്യണം. എന്താ വെച്ചാൽ ഒപ്പം നിന്നിട്ട് നമ്മളെ ചതിക്കാന്ന് പറയില്ലേ. മൂത്താളിന്റെ ഒപ്പാണ്. അല്ലല്ല, ആൺകുട്ടിയാണ്. രണ്ടാമത്തെ പെൺകുട്ടിയാണ്. അത് 3ൽ പഠിക്കണം. അവര് ഈ വിഷുവിന് പ്രശ്നം ഉണ്ടായതിന് ശേഷം, അത് ഞാൻ പിള്ളേ പറഞ്ഞില്ല, ഈ വിഷുവിന് പ്രശ്നം ഉണ്ടായിട്ട് എന്ത് ചെയ്ത് ഞാൻ അടിച്ചു പറഞ്ഞു എന്റെ അമ്മേനെ വിളിച്ചുകൊണ്ട് കയറ്റാൻ പാടില്ല പറഞ്ഞ് ഇവര് തെറി പറഞ്ഞു. തെറി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നല്ലൊരു ദിവസമാണെന്ന്, അണക്ക് ഭ്രാന്താണ്, ഞാൻ പോവാ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അപ്പൊ അമ്മയുടെ അടുത്തേക്ക് അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അവിടെ ഓട്ടോറിക്ഷ ഉണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് പോയപ്പോൾ എടുത്താലും പറഞ്ഞു നിങ്ങൾ ഇന്ന് തള്ള ഞാൻ എൻ്റെ അമ്മനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ അമ്മനെ വിളിച്ചാൽ 2 ആൾക്കും ചൂലാണ്ട് അടിയെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് വിളിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മനെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് 2 ആൾക്ക് ചൂലാണ്ട് അടിയെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ മുണ്ടാണ്ട് ഇറങ്ങിപ്പോയി. ഞാൻ ഇപ്പൊ നുണ പറയേണ്ട ആവശ്യമില്ല. ഈ ഇത്രയും ദിവസമായിട്ട് ഞാൻ മദ്യം കഴിക്കാറില്ല. അപ്പോൾ ഒരു ബീർ കൊണ്ടിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു വിഷുവിന്റെ ഒരാഴ്ച മുമ്പായിട്ട്. ആ സാധനം ഞാൻ എടുത്ത് പൊടിച്ച് കുടിച്ച കഴിക്കുള്ള തെറി പറഞ്ഞു. തെറി പറഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞു എനക്ക് നാണമാനില്ലെങ്കിൽ എനിക്ക് നാണമാനുണ്ട്, ഞാൻ ഇറങ്ങി പോവാണ്, നല്ലൊരു ദിവസമായിട്ട് മുണ്ടാണ് നിൽക്കാച്ച നിന്നോ. പായസം വെക്കാറില്ല പറഞ്ഞ് പാലാട അടക്കം 150 രൂപ എടുത്ത് വാങ്ങിക്കൊണ്ടു കൊടുത്തു. പ്ലാസ്റ്റിക്കിന്റെ ഇല പറ്റില്ല പറഞ്ഞ് വാടയിലും പറ്റുള്ളൂ പറഞ്ഞാൽ ഇപ്പൊ എന്താ പറഞ്ഞാൽ അത് ചെയ്ത് പറഞ്ഞു. ഇല്ലെങ്കിൽ അവളെ ബഹളം ഉണ്ടാക്കും അവിടെ. പിന്നെ ഒരു 8 മണി 7 മണിയായി ഫോണിൽ വിളിച്ച പറഞ്ഞ് പോയിണ്ട്. എനിക്ക് ഇവളെ ഈ ഫോണിൽ വൈകുന്നേരത്തെ സംസാരമായി പിന്നെ എനിക്ക് ചെറിയ സംശയമാണെങ്കിൽ എന്ന് വെച്ചാൽ എന്നെ സംശയം പറയണ്ട. ഞാൻ നേരം വഴി പോയി എനിക്കിത് കേൾക്കാൻ വെച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ പെണ്ണിൻ്റെ അടുത്ത് പോയിണ്ടാവും, ഈ പെണ്ണിൻ്റെ അടുത്ത് പോയിണ്ടാവും, മറ്റവര് അങ്ങനെ ഓരോന്നിങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ ഈ ഫോണിൽ കൂടെ വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ തള്ള വിളിക്കുക. അവൻ എന്തെങ്കിലും പറയാൻ ചവിട്ടിട്ട് കൂടി പോരാ, അവൻ പഠിക്കട്ടെ വന്നിട്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകണമെന്നുള്ള ഉദ്ദേശമായി കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് പ്രശ്നം ഉണ്ടാക്കലുള്ളൂ. രാജേഷ് അവരെയോ അവരുടെ അമ്മയോ ഒക്കെ അങ്ങനെ മോശമായിട്ട് പറയുന്നുള്ള ഒരു മോശമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു തള്ളയെക്കാട്ടിലും എൻ്റെ അമ്മേനെക്കാട്ടിലും കൂടുതൽ സ്നേഹിച്ചത് എന്താ വെച്ചാൽ ഒരു കണ്ണ് കാണാത്ത സ്ത്രീ എന്നുള്ള ലെവലിൽ ഞാൻ ഫസ്റ്റിൽ വിചാരിച്ചത് എൻ്റെ അമ്മേനെക്കാട്ടിലും കൂടുതൽ സ്നേഹം കൊടുത്താ. പക്ഷെ ഞാൻ വിചാരിച്ച ആളല്ല അവർ. കണ്ണ് ആ സത്യം ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞു എനിക്ക് ഇന്ന് എൻ്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല. ആ അനന്തരം അമ്മയ്ക്ക് കണ്ണുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ലോകം പിടിച്ചോണ്ടിരിക്കില്ല. അത് അവിടെ ഉണ്ട്. ഈ കുട്ടീനെ 20 ദിവസം കഴിഞ്ഞിട്ട് 18 ദിവസം കഴിഞ്ഞിട്ട് വിഷുവിന് ആൾക്കൂട്ടിയിട്ട് പോയി. 18 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിളിച്ചിട്ട് എന്താ വരുന്നുണ്ട് ഈ വായ വന്നില്ല അങ്ങനെ പറഞ്ഞ് കുറെ ഞാൻ വരുന്നില്ല പറഞ്ഞു. പിന്നെ വന്നിട്ട് എന്ത് ചെയ്ത് എന്നോട് പറഞ്ഞു പട്ടാമ്പിയിൽ 7:15 ബസ്സിൽ ഞാൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് വരും പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കരിങ്കൽ പണിക്ക് ലോഡിങ് പണിയാണ് പോയി. ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് പോയി. 7:15 പോയി നോക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ 2 കുട്ടികളില്ല. അനിതയുണ്ട്, അനിതൻ്റെ മാമൻ്റെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെ അവിടെ വെച്ചപ്പോൾ പറഞ്ഞു അത് അച്ഛൻ അല്ലെങ്കിൽ അച്ഛമ്മയായിട്ട് അടുത്ത ആഴ്ച കൊണ്ട് വരാം. അപ്പോൾ സ്കൂൾ ഇറക്കാൻ 10-15 ദിവസം ഉണ്ട്. പിന്നെ അച്ഛനോ അല്ലെങ്കിൽ അമ്മമായിട്ട് വരും, അവർ കൊണ്ടുവന്നാക്കും പറഞ്ഞു. അപ്പോൾ ഞാൻ മുണ്ടിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പറഞ്ഞ് വർത്തമാനം പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞു പോയാലും വെച്ചിട്ട് ഞാൻ മുണ്ടിയില്ല. ഇവിടെ വന്നിട്ട് ഒരു 18 ദിവസം വരെ ഞങ്ങൾ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ വേഴ്സ് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ വയനാട്ടിൽ ഹോൾസെയിലായിട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് വിളിച്ചില്ല, ആഴ്ച കുറച്ച് സാധനമായിട്ട് വരണം പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് എടുക്കില്ല, സ്വന്തമായിട്ട് പണിയൊക്കെ നിർത്തിയാൽ. അപ്പോൾ പുറത്തുനിന്ന് എടുത്തിട്ട് ലോഡാക്കി. ഞാൻ പറഞ്ഞാൽ എന്താ കുട്ടികളെ കാണാനില്ലല്ലോ, എന്താ സ്കൂൾ വർക്കിങ് 5-6 റിസൾട്ട് അത് നമുക്കൊരു പണിയാണോ, കുട്ടീനെ നമുക്ക് ചെക്കനെ ഹോസ്റ്റലിൽ ഉണ്ടാക്കണം പറഞ്ഞു. ഇവിടെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര വികൃതിയാണ്, അതാണ് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർ ഒരു ഹോസ്റ്റലിൽ അന്വേഷിച്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ കുട്ടികൾ പോകുന്നുണ്ട്, നമുക്ക് അവിടെ പറഞ്ഞു. ഞാൻ അനിതി എൻ്റെ പെങ്ങൾ 2 കുട്ടികളുണ്ട്. ഈ ഓട്ടോറിക്ഷയിൽ വേറെ ഒരു കുട്ടീനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി അന്വേഷിച്ച് വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറേ വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്, സൗകര്യ കുറവാണ്, അപ്പോൾ അങ്ങനെ നോക്കിയുള്ളത്. അപ്പോൾ ശേഷം ഒരു പണി നമ്പർ തന്നിട്ട് പോകും, ഞങ്ങൾ അതിന് ആവശ്യം ഉണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വിളിക്കാറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വില്ലേജിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് പേപ്പർ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു, പിന്നെ ജനന സർട്ടിഫിക്കറ്റും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഈ അനന്തര പരിപാടി എന്താ വെച്ചാൽ വീട്ടിലിരിക്കണ മുമ്പ് പാസ്പോർട്ടൊക്കെ എടുത്തുണ്ടായി. ഈ കുട്ടികളുടെ എല്ലാം ജനന സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ മാറ്റിക്കുക. അതൊന്നും ഞാൻ നോക്കലില്ല. ഒക്കെ അവർ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലും 1-2 വർത്തമാനം പറയുമ്പോഴത്തേക്കും ഒക്കെ അവിടെ എടുത്ത് ബാങ്ക് പാസ്ബുക്ക്, ഗ്യാസ് ബുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച്. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എവിടെ വെച്ച് പോയി നോക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ തന്നെ തൃശ്ശൂർ കൊണ്ടാക്കണം തന്നെ ഉണ്ടോ, വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കണം, എന്നപ്പോൾ എവിടെ കൊണ്ടാക്കേണ്ടി ചോദിച്ചതിന് നമുക്ക് വയനാട് കൊണ്ടാക്കിയല്ലോ ചോദിച്ചെന്നോട്.
അവള് വയനാട്ടിൽ എത്തി. വയനാട് ഹോസ്റ്റലുണ്ട്, അവിടെ കൊണ്ടാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അത് നടക്കില്ല. ഒന്നാമത് കണക്ക് എങ്ങനെ മനസ്സിലായിരുന്നു ഈ രണ്ടാളനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ രണ്ടാളെ ഇവിടെ നിൽക്കുക. പക്ഷെ ഇവിടെ ഇവിടുന്ന് പോകാനുള്ള ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഹോസ്റ്റലിലും ആക്കണില്ല, എവിടെ ആക്കണില്ല, ഈ പഠിക്കണ അവിടെ തന്നെ പഠിക്കണം, ആ ഉള്ള പഠിപ്പ് മതി പറഞ്ഞു. അത് നിങ്ങളുടെ വാശിയല്ലേ, നിങ്ങൾ പിടിച്ചവിടെ തന്നെ പിടിച്ചോർന്ന്, ഞാൻ പിടിച്ച വാശി നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ പറഞ്ഞു. അപ്പൊ എന്റെ തലേദിവസക്ക് തോന്നിയത് എന്തോ ഇവിടെ പിടുത്തമിടാനുള്ള ലെവലാണെന്ന്. ഇപ്പൊ വെച്ചാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആരോട് ആർക്കെങ്കിലും സംശയം തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അവരമ്മ അല്ലെങ്കിൽ അവരാൾക്കാരല്ല, അമ്മമ്മ അല്ലെങ്കിൽ അച്ഛമ്മ അല്ലാണ്ട് വേറെ ആരും വിളിക്കില്ല എന്നൊക്കെ ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്തു, കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് കയറി വരും. ആ വരുന്നു ഇങ്ങനെ ഞാൻ ഫോൺ കട്ടാക്കറിഞ്ഞ് ബാങ്ക് ഫോൺ കട്ടാക്കും. പിന്നെ ആ നമ്പർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഡിലീറ്റ് ചെയ്ത് നോക്കുന്നുണ്ടാവും. എനിക്ക് സംശയമായപ്പോൾ ഞാൻ ഒരു ദിവസം മൊബൈൽ എടുത്ത് വലിച്ചെറിഞ്ഞു. ഈ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ മെനക്കെട്ട പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് പിന്നെ 3 ദിവസം 4 ദിവസമായിട്ട് ഉണ്ട് പോവാൻ. അങ്ങനെ ഞാൻ ഒരു ഐഡിയ എടുത്തു, എന്തായാലും ഈ ഒരു പണിതോ എൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞാളെ, ഞാൻ എൻ്റെ നമ്മുടെ വീട്ടിൽ പോയില്ല, റോഡ് സൈഡിൽ നിർത്താൻ പറയാം. ഞാൻ എന്തായാലും എനിക്ക് തിങ്കളാഴ്ച സാധനം അവിടെ കൊടുക്കാണ്ട്, അത് കൊടുത്ത് ഞാൻ കുട്ടികളെ വിളിച്ചു വരാറിഞ്ഞു. അതല്ല ഞാനും വരുന്നുണ്ട് നിങ്ങളപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇജ്ജ് എന്തിനാ വരുന്നത്, ഇജ്ജിപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ പച്ചക്കറി കടയിലേക്ക് പണിക്ക് പോകല്ലേ, കിട്ടുന്ന പണി 2-3 ദിവസത്തെ കളയണ്ട, അങ്ങോട്ട് പോയി പറഞ്ഞു. അതല്ല ഞാൻ വരാം, എനിക്ക് അവിടെ നിന്ന് 2-3 സാധനങ്ങൾ എടുക്കാണ്ട് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞപ്പോൾ തർക്കിച്ച പണിയാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല അവളോട്. അപ്പോൾ അവളുടെ വാശിയാണ്, പറഞ്ഞ പോലെ ചെയ്യും അവൾ. അങ്ങനെ ഞാൻ ഒന്നൊരു പണിയാണ്, കുറച്ച് സാധനങ്ങളോട് തയ്യാത്തുണ്ട്, അത് എടുത്തിട്ട് വരാറിഞ്ഞിട്ട് ഞാൻ കാലത്ത് വണ്ടി എടുത്തിട്ട് പോയി നമുക്ക് വന്നിട്ട് പോകാറുണ്ട്. ഞാൻ ഈ പോയ ഗ്യാപ്പിൽ എന്നെ ഇവിടെ എന്താ ചെയ്തിരിക്കണെന്ന് വെച്ചാൽ സ്കൂളിൽ പോയിട്ട് പറയുന്നത്, ഇന്നലെ എൻ്റെ ഏട്ടൻ വന്നിട്ട് കള്ളു പിടിച്ച് വന്നിട്ട് രാത്രി അടിച്ച് ആകെ നാശമാക്കി, ടീച്ചറെ എനിക്ക് TC കിട്ടണം, എനിക്ക് സ്കൂളിൽ എൻ്റെ കുട്ടികളെ പഠിപ്പ് കളയാൻ പറ്റില്ല, ഞാൻ പോവാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സമുദായത്തിൽ പെട്ട ഒരു ടീച്ചർ അവിടെ ഉണ്ട്, തങ്കമണി ടീച്ചർ എന്ന് പറയും. അങ്ങനെ അവിടെ അവർ അന്വേഷിച്ച് അവിടെ അറിഞ്ഞപ്പോൾ പറഞ്ഞു, രാജേഷ് ഇപ്പം അങ്ങനെ ചെയ്യാനുള്ള ചാൻസില്ല. അവരോട് ഒന്ന് ചോദിച്ചാൽ എന്താ ചെയ്തിരിക്കണം വീട്ടിലെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം നടന്നിട്ടില്ല. അങ്ങനെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഈ അനിത എൻ്റെ വണ്ടിയിലുണ്ട്, ഞങ്ങൾ പോവാണ്, കുട്ടികളെ വിളിക്കാനാ പറഞ്ഞിട്ട് ഈ വണ്ടിയിൽ ഓട്ടോയിൽ വയനാട് പോകുമ്പോൾ എനിക്ക് കോള്. അപ്പോൾ ചെറിയ മഴച്ചാറിലുണ്ട്. ഞാൻ ജിതൻ കൃഷ്ണൻ്റെ ടീച്ചറാണ് ആയിഷ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ വണ്ടി സൈഡാക്കട്ടെ, മഴ ഉണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാനും വിളിച്ചു. ഇനിയിപ്പോൾ എവിടെ ചോദിച്ചു, ഞാൻ പറഞ്ഞു കുട്ടികളെ വിളിക്കാൻ വേണ്ടി പോവാണ്, വയനാട് പോവാണ് പറഞ്ഞു. അനിത ഇന്ന് കാലത്ത് വന്നിട്ട് സ്കൂളിൽ ആകെ ബഹളം ഉണ്ടായിക്കണമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇന്നലെ ഈ കള്ളു പിടിച്ച് വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കിയാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ പിന്നെ ടീച്ചറെ അങ്ങനെ ഇല്ലല്ലോ, അനിത ഞാനും കൂടി അല്ല കുട്ടികളെ വിളിക്കാൻ പോണ്, അന്ന് ഈ അവളെ ശ്രദ്ധിച്ചോ, അവളെ എന്നെ ചതിക്കാൻ കേട്ടോ പറഞ്ഞു ടീച്ചർ. അവളെ എന്നെ ചതിക്കണം, ഇപ്പം എൻ്റെ ഒപ്പം ഉണ്ടോ ചോദിച്ചു. ഇപ്പം എൻ്റെ ഒപ്പം എൻ്റെ വണ്ടിയിലുണ്ട് പറഞ്ഞു. ഞാൻ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി അവിടെ സൈഡാക്കി പറഞ്ഞു, ഈ എന്താ സ്കൂളിൽ പറഞ്ഞു, എൻ്റെ ജയത്തിന് വേണ്ടിയിട്ട് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പലതും പറയും, പലതും ചെയ്യുന്നു. അപ്പം ഞാൻ സത്യം അന്ന് വിചാരിച്ചെന്നറിയോ, ഈ ജാതി ഒപ്പിക്കലോ പോകാന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ ഇവരെ മാമൻ്റെ മകൻ വണ്ടിയിലുണ്ടായിരുന്നു. എനിക്ക് അത്രയും സങ്കടമോ ഒരു ജാതിയായി അവിടെ വെച്ചിട്ട്. പിന്നെ അവിടെ നിന്ന് നേരം എന്ത് ചെയ്ത് ഇവിടെ പറഞ്ഞ അച്ഛൻ്റെ അവിടെ എന്നോട് പറഞ്ഞ് അച്ഛൻ്റെ വീട്ടിലാണ് കുട്ടികളെന്ന് പറഞ്ഞത്. ഞാൻ കൽപ്പറ്റ എത്തിയപ്പോൾ എന്ത് ചെയ്തു, നേരെ അച്ഛൻ്റെ വീട്ടിലേക്ക് വണ്ടിയെ തിരിച്ചു. ഇവിടെ അല്ല അങ്ങടെ നമ്മുടെ അടുത്ത് പോകണം, ഇവിടെ നമ്മുടെ വീട്ടിൽ പോകണം പറഞ്ഞു. അല്ല നമുക്ക് നായതൻ രാത്രിയായിരുന്നു, നാളെ കാലത്ത് ഇവിടെ നിന്ന് പറഞ്ഞു. അത് പറ്റില്ല പറഞ്ഞു, ഇന്ന മര്യാദയ്ക്ക് അവിടെ കൊണ്ടായിക്കോളി പോകണം. ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കാം. അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് കുറേ ചീത്ത പറഞ്ഞിട്ടോ, ഈ ഇങ്ങനെ നുണ പറഞ്ഞ് ഇതാക്കിയപ്പോൾ ഞാൻ കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ വണ്ടി അവിടെ കൊണ്ട് നിർത്തലും ഡോറുണ്ട് വണ്ടിക്ക്, അത് തുറന്നിട്ട് ഒരു ചാട്ടചാടി ഉണ്ടാവും വീട്ടിലേക്ക്. അങ്ങനെയായിട്ട് പോയതാ. പോയിട്ട് ഞാൻ പറഞ്ഞു ഈ സാധനം ഇറക്കിയിട്ട് നാളെ ഉച്ചാമ്പത്തിനോട് വരും, ഈ കുട്ടികളെ വിളിച്ചിട്ട് വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ടേ, കുട്ടികളെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. ഇല്ല പറഞ്ഞു, എൻ്റെ വഴി എന്താ ചെയ്യുക നോക്കി, എൻ്റെ വഴി ഞാൻ നോക്കുക പറഞ്ഞു. അവിടെ അവർ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വണ്ടിയിൽ പിറ്റേ ദിവസം ഇതേപോലെ പോയി ലോഡൊക്കെ ഇറക്കില്ല. ഞാൻ അങ്ങോട്ട് പോയി അച്ഛനോട് വിളിച്ചാൽ പറഞ്ഞു അച്ഛൻ മൂപ്പര് എൻ്റെ പങ്കിലാണ് എൻ്റെ പക്ഷത്ത് നിൽക്കുക പറഞ്ഞിട്ട് അവരെ ഈ കണ്ണ് കാണാത്ത അനിതറ അമ്മി മൂപ്പരെ പുള്ളി തരിക. അത് കാരണം മൂപ്പരിക്ക് പേടിയാണ്. എന്താ വെച്ചാൽ എൻ്റെ മരോ ഞാൻ അമ്മാനും ഒരുപോലെ എന്ന് പറയില്ല അവർ. പക്ഷെ ആള് സത്യസന്ധമുള്ളൊരു മനുഷ്യനാണ്. ആള് സത്യം കണ്ടെടുത്ത് പറയാം, അത് ഇവർക്ക് പറ്റില്ല. അത് അച്ഛനും പറഞ്ഞെന്നല്ല, പുറമെ ആര് പറഞ്ഞാലും അവർക്ക് പറ്റില്ല. അങ്ങനെ ഈ കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നില്ല. മകൻ ആൺകുട്ടി എന്നെ കാണാണ്ട് നിൽക്കില്ല. പെൺകുട്ടീനെ ഞാൻ 2 അടി കൊടുത്താൽ വിളിച്ചത്. ഈ കുട്ടികളൊക്കെ ഇവർ വിളിപ്പിച്ചു. ഞാൻ കുറേ നേരം ഒന്നും വിളിച്ചത് ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ അനിതറ അനിയത്തിനെ കൊണ്ടുപോയ രാജൻ എന്ന് പറയാം. അവൻ പറഞ്ഞ് കൽപ്പറ്റ ടൗണിൽ വെച്ചിട്ട് കണ്ടു. അപ്പോൾ ഇപ്പം പറഞ്ഞു രാജൻ നമ്മുടെ ഇളാച്ചൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും പോയിരുന്നത് വെച്ചാൽ ഇതുവരെ വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെ അടുത്തല്ലേ, നാളെ കാലത്ത് നിങ്ങൾ എന്തായാലും പോയിക്കോളും പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനിത ആൺകുട്ടീനെ കൊണ്ടുവന്നില്ല, പെൺകുട്ടീനെ മാത്രമായിട്ട് കൊണ്ടു. അനിതറ അമ്മ അനിതറ മാമൻ അതും കണ്ണാണത്താളാ ഇവരെ കൂടി അവിടെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനിത നീ എന്താ ഈ ആളെ കളിപ്പിക്കാൻ നിൽക്കണം, ഈ കുട്ടികളെ വിളിച്ച് വീട്ടിൽ പോകാൻ നിൽക്കും, നാളെ മരുന്ന് സ്കൂൾ തുറക്കണതാണ്, ഈ വായ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വഴിയാണ് നോക്കിയിട്ട് പോയിക്കണം. ഞാൻ പറഞ്ഞു ഈ എന്നെ കളിയാക്കാണോ പറഞ്ഞിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് തന്നെ കളിയാക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഞാൻ പിടിച്ചവിടുന്നിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച വഴിക്ക് മാല പൊട്ടി പിടിച്ചതാണ്. അപ്പോൾ തന്നെ ഈ അനിതറ അമ്മ പറഞ്ഞു
കള്ളൻ പിന്നെ മാല പൊട്ടിച്ചുകൊണ്ടാകാൻ വേണ്ടിയിട്ട് വന്നിക്കാണ് എൻ്റെ മകളെ തല്ലി അങ്ങനെ ചെയ്ത് കൊല്ലാരാക്കി പറഞ്ഞ് ആൾക്കാരും വിളിച്ചിട്ട് ആകെ ബഹളാക്കി ഇരിക്കാണ്ട് ഞാൻ ആകെ വഷളായി. അപ്പോൾ രാജൻ പറഞ്ഞു അതൊന്നും നിങ്ങൾ പറയണ്ട, അവരായിട്ടുള്ള പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടില്ല. അവൻ്റെ എന്തായാലും ലെവലിൽ അവൻ രണ്ടു കൂട്ടർക്ക്. പിന്നെ അവനെ ഇവർ പറഞ്ഞു അവൻ വിളിച്ചു വരുത്തിയാണ് എന്നെ ഇവരെ അടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവനെ കുറേ തെറി പറഞ്ഞു. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ മദ്യപിച്ചിട്ടില്ല. ഞാൻ ഇവർ പറഞ്ഞ കള്ളു കുടിച്ച് അനങ്ങിയ പറയും കള്ളു കുടിച്ചിട്ടാ കള്ളു. അപ്പൊ ഈ ഇങ്ങനെ പറഞ്ഞാലും ആൾക്കാർ മുമ്പിൽ ഈ കള്ളു കുടിച്ച് കള്ളു ഞാൻ അങ്ങനെ കള്ളു കുടിച്ച് നടക്കുന്ന ആളാണ്. ഒരു ചെറ്റ സ്വഭാവം നടക്കുന്ന ആളാച്ചാൽ സാറുമാർക്ക് എഴുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് അന്വേഷിച്ചറിയാം. അത് ഞാൻ എന്താ ഈ കുട്ടികൾ ഇങ്ങനെ ഇതായപ്പോ സ്കൂളിൽ തുറന്നിട്ടും കാണാനില്ല. അപ്പൊ ഞാൻ നേരെ എന്ത് ചെയ്ത് ഒന്ന് നോക്കിയിട്ട് നേരെ പാലക്കാട് പോയിട്ട് വനിതാ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തു. കുട്ടികളുടെ TC വാങ്ങിച്ചോണ്ട് പോയായിരുന്നു. അവര് TC വാങ്ങി രണ്ടുപേരും വാങ്ങിക്കൊണ്ടായി. ഇവര് ഞാൻ TC അവിടെ നിന്ന് വഴിക്കുന്ന തല്ലി വാങ്ങിച്ചിട്ട് ഇവർക്ക് പേടിച്ചിട്ട് ഞാനത് ചെയ്യില്ല. എന്താ വെച്ചാൽ ഞാൻ അവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇവർ അറിഞ്ഞിട്ടില്ല. എന്നോട് അവര് പറഞ്ഞ് വനിതാ സെല്ലിൽ കൊടുത്ത് ഇവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് തന്നെ ഈ കുട്ടികളുടെ കോടതി ഉണ്ടല്ലോ പാലക്കാട് മറ്റേ മുട്ടിക്കുളങ്ങര, അതിലേക്ക് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു എന്നോട്. ഇപ്പൊ അതിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പറഞ്ഞത് രാജേഷ് ഇപ്പൊ തന്നെ നീ കംപ്ലൈന്റ് കൊടുക്കും വനിതാ അവിടെ നിന്ന് സെല്ലെന്ന് പറഞ്ഞു. കുട്ടികളുടെ തീരുമാനത്തിൽ ബാക്കിയുള്ള കാര്യം നിങ്ങളുടെ രണ്ടുള്ള കാര്യത്തിന് നീ വേറെ വഴി നോക്കിയോ, ഇത് ഞങ്ങൾ തീരുമാനമാക്കി തരാറുണ്ട്. അങ്ങനെ അപ്പം തന്നെ അവിടെ കൊടുത്ത് ആ സമയത്ത് തന്നെ അവിടെ കൊണ്ടുകൊടുത്ത് വിളിപ്പിച്ച്. അപ്പം എന്നോട് അവർ പറഞ്ഞു രാജേഷ് നീ അവർ TC കൊണ്ടുപോയിക്കോട്ടെ, കുട്ടി നിന്റെ ഒപ്പം വരിക വെച്ചാൽ TC ഞങ്ങൾ വാങ്ങിത്തരും കുടുംബകോടതിയിൽ നിന്ന്. കുട്ടികൾ രാജേഷിനൊപ്പം നിൽക്കാൻ താല്പര്യം വെച്ചാൽ ഞങ്ങൾ വാങ്ങിത്തരാം, അതിന് പറ്റി ഒന്നും വേണ്ട. ഇവിടെ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ട് വെല്ലുവിളിക്കുക തന്നെ. ഞാൻ ഉണ്ണിയുടെ മകളാണ്, ഞാൻ വാങ്ങിയിട്ട് ഞാൻ കൊണ്ടാൻ വേണ്ടിയിട്ട് വന്നു. അതിന് തലക്കാലങ്ങളായിട്ടില്ല പറഞ്ഞു. ഞാൻ ശരി വാങ്ങിയിട്ട് പോയി കാരണം ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഈ പാലക്കാട് മുട്ടിക്കുളങ്ങരയ്ക്ക് വിളിപ്പിച്ചു. ഇവരനെ കുട്ടികളെയും വിളിപ്പിച്ചു. അവിടുന്ന് കുട്ടി തലേ ദിവസം എന്ത് ചെയ്ത് ഈ ഭക്ഷണം നേരം പോലെ കൊടുക്കില്ല. ഇവിടെ ഉള്ളപ്പോൾ തന്നെ കുട്ടികൾ നേരം പോലെ നോക്കില്ല. ഈ കുട്ടീനെ ആൺകുട്ടീനെ കൊണ്ട് അവിടെ കൊണ്ട് ഹോസ്റ്റലിലാക്കിയിട്ട് ഇവിടെ സൗകര്യത്തിന് പണിക്ക് പോവും, തോന്നുമ്പോൾ വരും. ആ കുട്ടികൾ എൻ്റെ മൂത്ത കുട്ടി 2 പ്രാവശ്യം ചാടി പോയി നോക്കും ഈ ഹോസ്റ്റലിൽ നിന്ന്. എന്നുവെച്ചാൽ അവിടെ ആകെ ചൊറി പിടിച്ചിട്ടും ഈ പെൺകുട്ടീനെ ഇവിടെ അവരെ അമ്മയാവളും സുഖമായിട്ട് പണിക്ക് പോവാ ജീവിക്കുക. കുട്ടികളെ നോക്കുന്നില്ല. ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളോട് വലിയ ഇഷ്ടമൊക്കെയാണോ? എന്റെ 2 കുട്ടികൾക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷെ പെൺകുട്ടീനെ വെച്ചാൽ ഇപ്പൊ ഈ കുറെ ആയിട്ട് അനിത പറഞ്ഞതിന് അപ്പുറം നിന്നില്ല. എന്ന് വെച്ചാൽ അടിക്കും, നല്ല അടി അടിക്കും. ഞാൻ പറഞ്ഞ ആളാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു. ഒരു ദിവസം കുട്ടിക്ക് ആ കേട്ടപ്പോൾ സങ്കടമായി. അച്ഛന്ന് വിളിച്ചിട്ട് എന്റെ ആൺകുട്ടീനെക്കാട്ടിലും കൂടുതലാണ് സ്നേഹമാണ് എന്നെ പെൺകുട്ടീനോട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ പെൺകുട്ടികളല്ലേ എന്തെങ്കിലും വല്ലാണ്ട് വികൃതി എന്തെങ്കിലും പറഞ്ഞു വേണ്ടാത്ത എന്തെങ്കിലും പറയാ വെച്ചാൽ അപ്പൊ വീട്ടിലെടുത്ത് ഒരെണ്ണം കൊടുക്കും. അങ്ങനെ പറയരുത് പറഞ്ഞിട്ട്. അപ്പൊ ഇവർ പറയാം അവളെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും. അപ്പൊ അപ്പോഴും കുട്ടി പറയുന്നത് ഞാൻ പറഞ്ഞ ആളാണ് എൻ്റെ അച്ഛൻ പെൺകുട്ടിയോട് പറയാം. ചെക്കനോട് നടക്കില്ല. ചെക്കനെ അവിടെ വേണം കൊണ്ടാക്കിട്ട് ചാടിയാ പറഞ്ഞു. ലാസ്റ്റ് അവൻ പറഞ്ഞു ഇന്നെ പട്ടാമ്പി കൊണ്ടാക്കിയില്ലേ ഞാൻ ഇവിടെ നിന്ന് പോവും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇവര് തലേ ദിവസം കേസിന് വന്നു. അവരോട് നാണോ പറഞ്ഞു ഇതാ ഞാൻ വനിതാ സെല്ലിന്ന് അവിടുന്ന് കൊടുത്താണ്. പാലക്കാട് നിന്ന് വനിതാ സെല്ലിൽ നിന്ന് അങ്ങോട്ട് കൊടുത്താ അവര് എന്നോട് കൊടുപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അല്ല രാജേഷ്, അതുകൊണ്ട് നിങ്ങൾ വാഹനത്തെ പോകുമ്പോഴത്തേക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ നിങ്ങളെ വിളിച്ചു പറഞ്ഞല്ലോ, അതിനെതിരെ അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഈ TC കൊടുക്കുന്നതിനെ പറ്റി ബഹളം ഉണ്ടാക്കി. അന്നേരമുണ്ടോ ആ ടീച്ചർ പറഞ്ഞായിരുന്നു TC കൊടുത്തിരിക്കുന്നു? അല്ലല്ല, അത് TC കൊടുക്കണ സമയത്ത് എനിക്ക് വിളിച്ചു. TC കൊടുക്കണ സമയത്ത് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് വിളിച്ചവര്. അന്ന് കൊടുത്തില്ല? ഇല്ല. സ്കൂളിൽ പോയിരുന്നു നിങ്ങൾ? രാജേഷ് സ്കൂളിൽ ഞാൻ പോലെ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ഞാൻ പോയി പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്, TC കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇവർ 2 മാസത്തോളം ഞാൻ പിടിച്ചു നിർത്തി. 2 മാസം സ്കൂളിൽ പോയിക്കണു കുട്ടികളെ അവിടെ ഉണ്ടാക്കിയിട്ട്. ഇവിടെ ഒരുപാട് നോണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാണ് അവിടുന്ന്. ആ ലാസ്റ്റ് അവർക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ എന്റെ കാരണം അവരൊരു പ്രശ്നമായിരുന്നല്ലോ കൊടുത്തോളും പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഈ അതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ വിഷുവിന് പോയി ഈ പുലിവാലും മുഴുവൻ ഉണ്ടാക്കിയപ്പോ ഞാൻ ഇങ്ങനെ ചെയ്തു. എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ എന്റെ ഒപ്പം എനിക്ക് കൈ ഓടിച്ചു കാരണം എന്താണ് ഇവര് വിഷുവിന്റെ അന്ന് കൈ ഓടിച്ചെന്നാണോ പറയാണ്. കൈ ഓടിച്ചിട്ടൊന്നുമില്ല. ഇവര് ഈ തെറി അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ എന്ത് ഞാൻ നല്ല അകത്തേറിട്ട് പറഞ്ഞു മെല്ലെ പിടിച്ചിട്ട് വന്നു എന്റെ കാര്യം നോക്കി പോയിക്കോ, അണക്ക് നാണമാനല്ലേ എനിക്ക് നാണമാനുണ്ട്. ഈ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞപ്പോൾ മടാളെടുത്ത് വെട്ടാൻ വന്നപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അത് ഈ വിഷുവിന് അതിന്റെ പുറത്താണ്. അല്ല അടിച്ചല്ലോ, അത് പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് അവര് പോവാ, അവര് പെട്ടെന്ന് പോവാ, അങ്ങനെയല്ല ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. അല്ല ജസ്റ്റ് പോവാന്ന് പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടായി പോയി വന്ന് സാറേ. പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു. ഇത് ഈ പ്രശ്നം കഴിഞ്ഞ് ഈ വിഷുവിന് ഈ പ്രശ്നം ഉണ്ടായി അടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഇങ്ങനെ ഈ തെറി ഇങ്ങനെ കണ്ടവാനം പറഞ്ഞാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഈ പുറത്തിറങ്ങി പോയിക്കോ, ഞാൻ വാതിലടങ്ങി. അപ്പോൾ മടാളെടുത്തപ്പോ
സംഭവം വെട്ടിയായിരുന്നു, അത് ഉറപ്പാണ്. അപ്പൊ അത് അവര് പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ അവര് സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ തലേന്ന് ഭയങ്കര ബഹളമായിരുന്നു. അന്നല്ല ഇത് വിഷു അതിന്റെ ശേഷമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നം വിഷുവിനുണ്ടായതാണ്. അതിന്റെ ശേഷം പോയി ഒന്നും പറഞ്ഞില്ലേ. മടവാളെടുത്ത് ആരാ വെട്ടിയേ? എന്നെ വെട്ടാൻ വരെ ആള് അകത്തുനിന്ന് മടവെടുത്തിട്ട്. അപ്പൊ ഞാൻ എനിക്കൊരു രക്ഷയില്ല. അപ്പൊ ഞാൻ ഈ പിന്നെ ഈ റിങ്ങിന്റെ പണിയെടുക്കണ ഇരുമ്പല്ല ഈ തേക്കണ പലേൻ്റെതില്ലേ അതുണ്ടായിരുന്നു. അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് സംഭവം വെട്ടുന്നുള്ള ഒരു ഉറപ്പായി. അപ്പൊ ഞാൻ അടിച്ചതുകൊണ്ട് അതിന്റെ ഉള്ളിൽ അടിച്ചു. കൈ ഒടിഞ്ഞിട്ടൊന്നുമില്ല, അമ്മാരും അടിയൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ അതിന് അത് പിന്നെ തല്ലി അങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുക ആസ്പത്രിയിൽ പോയി, ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് നോക്കിക്കോളാം പറഞ്ഞു. ഇവർ നേരെ അവർ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് അവരെല്ലാവരും പറഞ്ഞ് കേസ് കൊടുക്കാൻ പറഞ്ഞു. ഇത്ര ഇവര് കേസ് കൊടുക്കാൻ പോയില്ല. അതല്ല ആ സംഭവം എന്ന് പറയുന്നത് ഈ പിന്നെ ജസ്റ്റ് അവസാനം പോയി എന്ന് പറഞ്ഞില്ല, 6 മാസം മുമ്പ് പോയി എന്ന് പറയുന്നില്ലേ, ആ സംഭവം എത്ര നാൾ മുമ്പ് ഈ പറഞ്ഞ? ഇത് ഫസ്റ്റ് വിഷുവിനുണ്ടായത്. ഈ വിഷു കല്യാണം കഴിഞ്ഞ അല്ലല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ വിഷുവിന് പ്രശ്നമായത്. ഇപ്പൊ എന്താ രാജേഷിന്റെ ആവശ്യം എന്താ? എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അനിതനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒന്നല്ല. അമ്മമ്മ പറഞ്ഞ അത്ര അവ ഒഴിവാക്കിയാല് അവ അങ്ങനെ നടക്കലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് അവരെന്താ പറഞ്ഞിട്ടാ എനിക്ക് എന്റെ സത്യം അറിയാം. നല്ല ലെവലില്, അതായത് ഞാൻ പണിയെടുത്ത് ഗുണം തിന്നിട്ട് ഇനി ഒരു കാരണവശാല് ഒരു തെറി പറയേ നല്ല ലെവലിൽ നിൽക്കുക വെച്ചാൽ ഞാൻ കൊണ്ടുപോകാൻ റെഡിയാണ്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ കേട്ട് നിൽക്കണം. അല്ല നാട്ടുകാരെ വർത്താനം പറഞ്ഞു കേട്ടിട്ട് അവര് പറഞ്ഞു കേട്ട് ഇവിടെ വീട്ടിൽ ബഹളം തെറി ഒഴിവാക്കുക. അവര് ജോലിക്ക് പോകുന്നതിന് വിരോധമുണ്ടോ? ജോലിക്ക് പോകണ്ട, എന്തിനു പോണ് എന്ന് വെച്ചാൽ ഈ ഇത്രയും പോയിട്ട് ഒരു ഉറുപ്പ് ഒരു ഉപ്പിന്റെ ഉപകാരമില്ല. പിന്നെ പറയും നാട്ടുകാർ മുഴുവൻ പറയും ഞാൻ പണിയെടുത്ത് വന്നിട്ട്. അതിപ്പോ ഇവർക്ക് ഇപ്പുറത്ത് പുറത്തുനിന്ന് പറയണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വന്ന് പറഞ്ഞ ഒരാള് ഇവിടെ വാക്ക് വിശ്വസിക്കില്ല. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കണം എന്നുള്ളതാണ്. അവരുടെ നാട്ടിൽ പോയി ഞാൻ പോവില്ല. വേറൊരു വീട് വാടക എന്തെടുത്താലും വയനാട് പോയി ഞാൻ പോയി നിന്നതിന്റെ ഒരു 4 മാസത്തേക്ക് മതിയായിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് ഒക്കില്ല. എന്താ വെച്ചാൽ അവിടെ ഈ 300 രൂപ 150 രൂപ 500 രൂപ കൂലി കിട്ടും. അതിൽ ഒരുപാട് ബാധ്യതകൾ, എനിക്ക് ഒരുപാട് ഇടപാടുള്ള. അതല്ല, അനിതയുടെ അമ്മയ്ക്ക് കാഴ്ചശക്തി ഇല്ലാത്തൊരു സ്ത്രീയാണല്ലോ. അപ്പൊ അവരെ സംരക്ഷിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ നോക്കാൻ തയ്യാറാണ്. എന്റെ വീട്ടിൽ വന്നിരുന്നോട്ടെ, അതിന് തയ്യാറാ. ഞാൻ നോക്കാൻ തയ്യാറാണ്. ഞാൻ നോക്കില്ല. പക്ഷെ ഞാൻ അന്ന് എന്താ പറയാ എന്റെ അമ്മയെക്കാട്ടിൽ വലിയ സ്ഥാനത്ത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ എന്നെ പറ്റാത്ത ഒരുപാട് വാക്കുകൾ എനിക്ക് വെറുത്തുപോയി. അല്ല വെറുതായാലും ഇപ്പോഴായാലും ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല അനിത എന്റെ ഒപ്പം വന്ന് നിൽക്കുക വെച്ചാൽ എന്റെ അമ്മയ്ക്ക് കൊടുക്കണം കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാൻ തയ്യാറ്. രാജേഷ് പറയുന്ന സാഹചര്യം കണ്ടീഷൻസും അവർ സമ്മതിക്കാൻ തയ്യാറായില്ലെങ്കിലോ നിങ്ങളുടെ അത് അനിതയുടെ തീരുമാനമാണ്. ലാസ്റ്റ് അല്ല നിങ്ങൾ പറയണല്ലോ, നിങ്ങൾ പറയണം. തീരുമാനം അത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പാകില്ല. എന്റെ വീട്ടിൽ വന്ന് നിൽക്കില്ല, എന്റെ നാട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പൊ ഞാൻ എന്റെ വഴിയല്ല പിന്നെ ഞാൻ നോക്കുള്ളൂ. ഈ മോൻ അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ അതിന് ആഗ്രഹം. ഇന്ന് ഈ നേരം വരെയായിട്ട് അമ്മേനെ കാണുന്ന അവൻ പറഞ്ഞിട്ടില്ല. അവൻ ഫോൺ വിളിച്ചാൽ ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ തെറി പറയില്ല. ഞാൻ ലൗഡ് സ്പീക്കർ കൊടുത്താൽ അക്കൗണ്ട് വിളിക്കുന്ന ചോദിക്കും. ഈ 2 കുഞ്ഞുങ്ങളും 2 ഭാഗത്ത് നിൽക്കുകയും അച്ഛനും അമ്മയും 2 ഭാഗത്ത് നിൽക്കുകയും ചെയ്യുമ്പോ അത് അതേപോലെ വേറൊരു പണി കൂടി സാറേ ഈ അനിത ചെയ്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാച്ച ഒരുപാട് പറയാണ്ട്. ഈ എത്ര സിം ഉണ്ട് ചോദിച്ചോ? ഞാൻ ഫോണില് എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളുടെ ബന്ധമുണ്ട്. അങ്ങനെയാണ് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഇന്ന ആൾക്കാരും മുമ്പിൽ വഷളാക്കി എത്ര സിം ആൾക്കുണ്ടോ അനിതയ്ക്കുണ്ടോ? എനിക്കറിയില്ല. എന്തായാലും പിന്നെ രാജേഷിന്റെ ആവശ്യം പറഞ്ഞു. അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവര് പറയുന്ന അവരുടെ വാശിയിലാണെന്ന് വെച്ചാൽ അവര് വയനാട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് നിന്ന് താമസിക്കാൻ അവർക്ക് എന്തോ ഒരു ഭയം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്തായാലും 2 കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മൾ ആലോചിക്കണം. 2 ഭാഗത്ത് അല്ലേ? അച്ഛൻ്റെ വാശിക്ക് ഒരു കുട്ടിയെ അച്ഛൻ്റെ വശത്തിന് കൊണ്ടുപോയി, അമ്മയുടെ വാശിക്ക് ഒരു കുട്ടിയെ അമ്മയുടെ വശത്തിന് കൊണ്ടുപോയി. 2 കുഞ്ഞുങ്ങളെ പിരിക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ഇപ്പോൾ എന്നോട് പറഞ്ഞെന്താ, ഞാൻ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ അനിത എന്നോട് പറഞ്ഞെന്തറിയോ, ഇനി ഈ കുട്ടിയുണ്ട് ഇതൊക്കെ ഇവിടെ നിർത്തണമെന്ന് ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ കുട്ടീനെ മേടിച്ച് കൊണ്ടുപോകാം, എനിക്ക് എന്റെ വഴിക്ക് നോക്കാലോ എന്ന്. അല്ല ഞാൻ ചോദിക്കുന്നത്, കുട്ടികളെ 2 പേരെയും നിങ്ങളായാലും അവരാരും ഒരുമിച്ച് നിർത്താൻ ഉള്ള ഒരു അവസരമേ കോടതി ഉണ്ടാക്കുകയുള്ളൂ. അത് നമുക്ക് പിന്നെ ആലോചിക്കാം. അവര് പട്ടാമ്പി വന്ന് താമസിക്കണമെന്നുള്ള നിങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ ഈ 2ന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? വയനാട്ടിലും അല്ല, പട്ടാമ്പിയിലും അല്ല, പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലം. ഒരു കാര്യം കൂടെ ഇപ്പൊ സാറേ ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇപ്പൊ ഈ 5 സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു പറഞ്ഞില്ലേ, ഈ 1,40,000 രൂപ. അത് ഇതേപോലെ മുടങ്ങിയിട്ട് അവരെ അടിയാധാര പത്രത്തിന്റെ മുകളിലാണ് നമുക്ക് അത് തരാണെന്ന്. ഇപ്പൊ മിഞ്ഞാന്ന് അത് അവർ ചെക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇതൊക്കെ ഞാൻ കൊണ്ടുണ്ട്. അത് നമ്മളിപ്പോ ഇതിപ്പോ ഞങ്ങളുടെ കോളനിയിൽ നിന്ന് വിട്ടിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. മുമ്പ് ഞങ്ങൾ കോളനിയിലായ കാരണമാണ് അങ്ങനെ പ്രശ്നം വെച്ചിട്ടാണ്. ഇപ്പൊ കോളനിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ വിട്ടിട്ടാണ്. എന്താ എല്ലാ സൗകര്യമുള്ള സ്ഥലത്ത് അതും അവിടെ തന്നെയാണ്. അത് മുടങ്ങി. അപ്പൊ അവരെന്താ പറഞ്ഞപ്പോ പറയാ, പക്ഷേ ഇപ്പൊ ഈ പൈസ പ്രശ്നമായി കാരണം ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് പൈസ തരാനില്ല, ചെക്ക് തരാം ഒപ്പിട്ടരാം, അതൊരു 3 മാസത്തിനുള്ളിൽ ഒരു 6 മാസത്തിനുള്ളിൽ മാറ്റാം എന്നുള്ള ലെവലിൽ ചെക്ക് തരാം. അതല്ല നിനക്ക് പട്ടാമ്പിയിൽ എന്ന് വെച്ചാൽ പട്ടാമ്പിയിൽ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു 8 കിലോമീറ്റർ ഉണ്ട്.
അവിടെ ഒരു 5 സെന്റ് സ്ഥലം, ഒരു വീടും, നല്ല എല്ലാ കടയും എല്ലാ റോഡ് സൈഡിലൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലം കിടക്കേണ്ട വീടും സ്ഥലം അണക്ക് വേണച്ചാൽ എൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പോയി താമസിക്കാൻ കണക്ക് നാളെ റേഷാക്കി തരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിന് പോവാണ്, അത് പോയി വന്നതിന്റെ ശേഷം എന്താ ലെവലെന്ന് അറിഞ്ഞതിന്റെ ശേഷം നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞു വന്നു. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇവിടെ അല്ല അവിടെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമുള്ള ഒരു സ്ഥലം. ഇതറിഞ്ഞോ അനിതയ്ക്ക് അറിയാം ഈ വിവരം? ഇല്ലില്ല, അതിപ്പോ അച്ഛനോട് കാര്യം പറയലുണ്ട്, പക്ഷെ അച്ഛനോട് ഈ ഒരു കാര്യം പറഞ്ഞു. ഈ അമ്മ ഒരു പക്ഷേ ഈ അമ്മ നിങ്ങൾ മാനസികമായിട്ട് ഇപ്പൊ അകന്നു കഴിഞ്ഞു, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഷളായി പോയി അമ്മയുമായിട്ട്. അവരൊറ്റയ്ക്ക് താമസിക്കുകയാണോ? ഈ ചെറിയമ്മയുടെ കൂടെയൊക്കെ അവര് താമസിക്കുവോ? ആര്? അനിതയുടെ അമ്മ. അനിതറ അമ്മന്നെ, അനിതറ അമ്മയുടെ വീട്ടില് പിന്നെ ഇവർ രണ്ടാളും കണ്ണാണത്ത ആൾക്കാരാ. അനിതറ അമ്മയുടെ പിന്നെ അനിയനും ഇവർ രണ്ടാളും കണ്ണു കാണില്ല. ഇവര് രണ്ടാളും തന്നെ കത്തിക്കൂത്ത്, ഈ കണ്ണാണത്ത ആൾക്കാർ കത്തിക്കൂത്ത് ദിവസം അടി അവിടെ. അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഞാനടക്കം കൂടിയിട്ടാണ് ഇവരൊക്കെ. അന്ന് ഞാൻ നേരെ വിചാരിച്ചിട്ട് ഒരു ഷെഡ് വെച്ച് പുറത്ത് വെച്ച് കൊടുത്ത് അതിനടക്കം പണിയെടുക്കാൻ പോയാളാണ് ഞാൻ സഹായിക്കാൻ വേണ്ടിട്ട്.